ഹായ്, ഡാഡി ഗിരിജ. പുള്ളിക്കാരത്തിയെ പറ്റി ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും നിങ്ങൾ പറയണ്ട, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭീഷണി കോൾ ഉണ്ടായിരുന്നു എനിക്ക്. അല്ലാതൊരു കോൾ ഉണ്ടായിരുന്നു, എന്തോ ഒരു ക്രിമിനൽ കുറ്റവും കൊണ്ട് പുള്ളി അങ്ങ് കളക്ടർ അടുത്തോട്ട് പോയിട്ടുണ്ട്, വരുമ്പം വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഇനി കൊലപാതക കുറ്റം വേറെ ഉണ്ടെന്നൊക്കെയാണ് പറയണത്, ശിവൻ അറിയാം. ഏതായാലും എനിക്ക് അതിൻ്റെ ഡെപ്തൊന്നും അറിയത്തില്ല. ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടായ കാരണം കുറേ അധികം കമൻസ് കണ്ടിരുന്നു. ഒരു കമൻ്റ് ഉള്ളത് അയ്യോ ഭയങ്കര കോമഡി കമൻറ്റാണ്. അതായത് ഇംഗ്ലീഷ് കമൻറ്റ്, നമുക്ക് ഇംഗ്ലീഷ് ഒന്നും വായിക്കാൻ അറിയാത്തതുകൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്യുന്നു, എന്നാലും വായിക്കാം. വെൻ മോൺസൺ മാവുങ്കൽ കുഡ് ഹാവ് കേരള പൊളിറ്റീഷ്യൻസ് പോലീസ് ഓഫീസർ അണ്ടർ ഹിസ് ആംസ്, then why not these ladies have police officers? IAS, IPS, judges, ED, custom and IB and CBI and politicians are there, youth wing leaders under her arm to loot tax payers and state treasury. അതായത് ഈ പുള്ളി കോംപ്ലിമെൻറ്റ് പറഞ്ഞാണോ ദേഷ്യം പറഞ്ഞാണോ എനിക്കറിയാമില്ല. ബിജു ജോർജാണ് ഈ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അല്ല ഇഷ്ട അങ്ങനെ മോൺസൺ മാവുങ്കലിന് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അത് ഇവർക്കും ചെയ്യാം, അത് കുഴപ്പമില്ലെന്നാണ് നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികളെ ഉപദ്രവിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇത്ര സെക്കൻഡിൽ ഇത്ര മണിക്കൂറിലൊക്കെ എത്ര പേര് റേപ്പ് ചെയ്യപ്പെടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ നിങ്ങൾ റേപ്പ് ചെയ്യാൻ കൊണ്ട് കൊടുക്കൂ? ക്രൈംസ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ സംസാരിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്യുന്നവൻ വ്യക്തിത്വമുള്ളവനായിരിക്കും. നിങ്ങൾക്ക് ആ വ്യക്തിത്വം ഇല്ല എന്നല്ലേ നിങ്ങളുടെ കമൻറ്റ് കൊണ്ട് പറയണത്? അതോ നിങ്ങൾ അത് ചാടമാടയാ പറഞ്ഞോ? എനിക്കത് മനസ്സിലായിട്ടില്ല. ഇംഗ്ലീഷ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് മനസ്സിലാവാത്തത്. യു ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അതേഴ്സ് ലൈഫ്, അതർ പീപ്പിൾസ് ലൈഫ്. അതർവൈസ് റൺ എ കെയർ ഹോം ഇഫ് പോസിബിൾ. ദീപ മനോജിൻ്റെതാണ്. കേസ് വരാതെ നോക്കിക്കോ. ശകുന്തള. അങ്ങനെ ശകുന്തളയും ദീപ മനോജും അടുത്തടുത്ത് കമൻറ്റ് ഇട്ടുകൊണ്ടാണ് ആ കമൻറ്റ് ഞാൻ ഒന്നിച്ച് വായിച്ചത്. അപ്പം മറ്റുള്ളവരുടെ ജീവിതം എന്ത് നടക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു കെയർ ഹോം നടത്താൻ, 100% കെയർ ഹോം നടത്താൻ എനിക്ക് താല്പര്യമാണ്. കെയർ ഹോം നടത്താനോ ഓൾഡ് ഏജ് ഹോം നടത്താനോ സ്കൂൾ ഉണ്ടാക്കാനോ അങ്ങനെ എല്ലാത്തിനും താല്പര്യമാണ്. എനിത്തിങ്, എന്ത് കാര്യവും നിങ്ങൾ വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ചാൽ എൻ്റെ 100% ഞാനകത്ത് കൊടുക്കും. എൻ്റെ 100% കൊടുക്കുമ്പോൾ അത് സക്സസ് ആകും. ആ സക്സസ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. 5 കമ്പനി ദുബായ് ബേസ്ഡ് ഞാൻ നടത്തി സക്സസ് ആക്കിയ ഒരു വ്യക്തിയാണ്. എനിക്ക് അതിനകത്തൊരു വിഷമവും ഇല്ല. പിന്നെ കെയർ ഹോം നടത്തുന്നത് അതൊരു ചലഞ്ചിങ് ജോബാണ്. അതിനകത്ത് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇതുപോലെ അടിക്കാനും പിടിക്കാനൊന്നും എന്നെ കൊണ്ടുപോകില്ല. ഞാൻ കൊച്ചുങ്ങളെ തരുന്ന ആളല്ല, എനിക്കിഷ്ടമില്ല. എൻ്റെ മക്കളെ പോലും ഞാൻ തല്ലാറില്ല. എന്തെങ്കിലുമൊക്കെ മുഷിഞ്ഞൊക്കെ പറഞ്ഞാൽ പോലും എനിക്ക് ഉറങ്ങാൻ സാധിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ കെയർ ഹോം എന്നൊരു കാര്യം എൻ്റെ ബസ്കാബാത്ത് നെയ്യേ. അപ്പോൾ ആ വർത്തമാനം കൊണ്ട് ഇങ്ങോട്ട് തള്ളണ്ട. പിന്നെ അവരുടെയൊക്കെ ജീവിതത്തിൽ പലതും നടക്കുന്നുണ്ടായിരിക്കും, അതൊക്കെ നടന്നോട്ടെ, അതൊന്നും വേണ്ട. അതിൻ്റെ ഉത്തരം ഞാൻ പറയാം. ഞാനൊന്നും അടുത്ത കമൻറ്റ് വായിക്കാം. അവരെ വെറുതെ വിടൂ, അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ആയിക്കോട്ടെ, അവരെങ്ങനെയും ജീവിച്ചോളാം. ഞാനും പറഞ്ഞേ അവരിനി ആ സാധനം നടത്തേണ്ടതാണ് പറഞ്ഞത്. എൻ്റെ ആദ്യം മുതലുള്ള ഒരു സംശയമായിരുന്നു സ്വകാര്യ വ്യക്തികൾ എങ്ങനെ ട്രസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത് ചെയ്യാമല്ലോ. ആപ്റ്റായ നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു നീതിബോധമുണ്ടെങ്കിൽ നമുക്കൊരു സ്വകാര്യ വ്യക്തിയായി നിന്നുകൊണ്ട് നമുക്ക് ട്രസ്റ്റ് നടത്താൻ പറ്റും. ഇറ്റ്സ് പോസിബിൾ. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു. ഇതൊക്കെ അവരങ്ങനെ പലതും പറയും. പോട്ടെ, ഇനി വേറൊരു കമൻ്റ് ഉണ്ട്. ഇവക്കൊന്നും നാണമില്ലേ? അവർ ഒന്ന് ഫേമസ് ആയപ്പോൾ ഉള്ള കുശുമ്പ് അസൽ കുശുമ്പല്ല. അത് എന്തു പറയാൻ? ഇത്രയും ഡീറ്റെയിൽ ആയി പറയാൻ അവർക്ക് അനിൽ ഏട്ടനുമായി എന്തെല്ലാം ബന്ധം കാണും. അപ്പോൾ അനിൽ ഏട്ടൻ പറഞ്ഞതാവും. എക്സലൻ്റ് മധുര മലയാളം. പേര് സ്വന്തം പേരും അഡ്രസ്സൊന്നുമില്ല, എന്തോ ഒരെണ്ണം കൊണ്ട് വന്നിട്ടുണ്ട്. എനിവേ, ഈ വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഈ സ്ത്രീയെ എനിക്ക് നേരിട്ട് പരിചയമോ യാതൊരു രീതിയിലുള്ളൊരു ബന്ധമോ എനിക്ക് അവരുമായിട്ടില്ല. എനിക്ക് ഒരു വിഷയം വന്നു, അവർക്ക് 2 ലക്ഷം രൂപ അവർക്ക് പറ്റിക്കപ്പെട്ടു. രണ്ടാണ്ട് കലഞ്ഞ് വിഷമിച്ച ഒരു സ്ത്രീ എൻ്റെ അടുത്ത് എന്നെ ഒന്ന് സഹായിക്കുമെന്ന് ചോദിച്ച് വിളിച്ചിരുന്നു. അതിൻ്റെ പ്രകാരം അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാൻ വേണ്ടി അവരെ ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു. അവരെ കോൺടാക്ട് ചെയ്തപ്പം കേട്ട കാര്യങ്ങളാണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത്. കേൾക്കാം. എന്റെ പേര് ഷെഫീന ബീവി എന്നാണ്. പറഞ്ഞോ. യൂട്യൂബറാണ്. അറിയുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ ചാനൽ ഷെഫീന ബീവി എന്ന് തന്നെയാണ് ചാനൽ പേര്. മാഡം തിരക്കിലാണോ? ശകലം, കുഴപ്പമില്ല, പറഞ്ഞോ. എവിടെയാ ഇതിന്റെ ലൊക്കേഷൻ? ഈ ഓർഫനേജിന്റെ ഈ ഓർഫനേജ് എവിടെയാ ഇതിന്റെ ലൊക്കേഷൻ? ഈ ഓർഫനേജിന്റെ തേപ്പുപാറ, ഏഴംകുളം തേപ്പുപാറ, FNIT കോളേജിന്റെ അടുത്ത്. FNIT കോളേജ്, FNIT ഏഴംകുളം. മാഡം ജില്ല? പത്തനംതിട്ട. എനിക്ക് ജീവമാത കാരുണ്യ ഭവനെ കയറി നോക്കിയാൽ ഗൂഗിൾ കൊടുത്തിട്ടുണ്ട്, ഗൂഗിൾ മാപ്പ് ഉണ്ട് അതിനകത്ത്. എനിക്ക് ഒരു അജിതയെ മാഡത്തിന് അറിയോ? ഒരു അജിതയെ? അറിയാലോ. അജിത കുമാരിയാണോ? അറിയാം. അവരെ പറ്റി ഒരു വിഷയം സംസാരിക്കാനാണ് താല്പര്യമാണോ? അതൊരു കോംപ്രമൈസ് ആണ് അവര് ഉദ്ദേശിക്കുന്നത്. അജിതയോ? അജിതയ്ക്ക് മാഡത്തിന്റെ ഹസ്ബൻഡ് ഇല്ലേ ഇപ്പോ കല്യാണം കഴിച്ച ആള്?
പുള്ളി കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂ അവരുമായിട്ടുണ്ടത്രേ. അപ്പം അവർക്ക് ഉണ്ടായ നഷ്ടം പുള്ളി കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരത് സീനാക്കും എന്നാ പറയുന്നേ. അത് അവര് തമ്മിലല്ലേ, അത് അവര് സംസാരിക്കാൻ പറയാം. എന്നെ എന്തിനാ വിളിക്കുന്നത്? പുള്ളിക്കാരന്റെ നമ്പർ അജിതയ്ക്ക് അറിയാലോ. അജിതയുടെ ഇന്ന നമ്പർ വാങ്ങിച്ച് പുള്ളിക്കാരനെ വിളിച്ച് സംസാരിക്കുക. ആക്ച്വലി ഇത് മാഡത്തിന്റെ പേടല്ലേ ചീത്തയാവുക, അതാണ് ഞാൻ മാഡത്തിനോട് സംസാരിച്ചത്. അല്ല, ഭർത്താവിന്റെ കാര്യം ഭർത്താവിനോടല്ലേ പറയണ്ടേ, എന്റെ അടുത്താണോ പറയുന്നത്? അത് ലീഗലായിട്ട് രണ്ടു കൂട്ടരും കേസ് കൊടുത്ത് കേസിനകത്ത് പെട്ടതല്ലേ. പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ അതിന്റെ കേസുണ്ട്. അന്നേരം പിന്നെ അത് വർഷങ്ങൾക്ക് മുന്നേ എന്നുവെച്ചാൽ ഇപ്പം 6-7 അങ്ങോട്ട് വർഷമായെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഇപ്പൊ എനിക്ക് ഇപ്പോഴത്തെ കാര്യം അറിഞ്ഞാൽ പോരെ? എന്റെ കല്യാണത്തിന് മുന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പുള്ളിക്കാരനെ വിളിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഞാൻ നമ്പർ തരാൻ പറ്റുമോ? അതോ ഞാൻ അവരിൽ നിന്ന് വാങ്ങിക്കാം? അജിതയോട് ചോദിക്കാം, അജിതയുടെ നിന്ന് വാങ്ങിച്ച് വിളിക്കാം. ശരി മാഡം, ആയിക്കോട്ടെ. ശരി ഓക്കെ. മാഡം, അയാളുടെ നമ്പർ അവരുടെ കയ്യിലില്ല, അവർ വിദേശത്താണ് ഉള്ളത്. പറയുന്നത് മനസ്സിലാക്കുക, എന്നെ ശത്രുവായിട്ട് കണക്കാക്കണ്ട. അത് സീനാണ്. കാരണം അവര് എത്തിപ്പെടുന്നത് മറ്റേ ടീമിന്റേതാകുമ്പോൾ ഇതൊന്നുമില്ല. ഒരു 2 months മാക്സിമം ഒരു 3 months നിങ്ങൾ ഏറി പോകും, പിന്നെ നിങ്ങൾക്ക് നോർമൽ ലൈഫിൽ ലീഡ് ചെയ്യാൻ പറ്റും. പക്ഷെ പൂർണ്ണമായും അവർ നാണം കെടുത്തും. കാരണം അവർ തന്നിരിക്കുന്ന വോയിസ് ഞാൻ ഒരെണ്ണം അങ്ങോട്ട് ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മകനെ പറ്റി പറയുന്നുണ്ട്, ഈ കുട്ടി പ്രീമെച്യൂർ ആവുന്നതിന്, അതായത് 18 ആവുന്നതിന് ഈ അജിത തന്നെ പറയുന്നതാണ്. അപ്പം ഇത് ചൈൽഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇഷ്യൂ സീരിയസ് ആവും മാഡം, എനിക്ക് അതേ പറയാനുള്ളൂ. സീരിയസ് ആവാനൊന്നും ഇല്ലല്ലോ. അവര് CWC ചെന്ന് പരാതി കൊടുത്തു, അടു പോലീസ് സ്റ്റേഷനിൽ യൂട്യൂബർ കൊണ്ട് പരാതി കൊടുത്തു. അവര് ഹോസ്പിറ്റലിൽ പോയി ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി. നീതി കൂടുതൽ എന്തോ സീനാവാനാ? അവരെപ്പോ സത്യസന്ധത ഇപ്പൊ 2 ദിവസത്തിനകം തെളിയും. അതിൽ കൂടുതലൊന്നും ഇല്ല. ഏതോ ഒരു യൂട്യൂബർ, നിങ്ങളുടെ കൂട്ടുള്ള ഏതോ ഒരു യൂട്യൂബർ CWC ചെന്ന് പരാതി എഴുതി കൊടുത്തു. അന്വേഷണ സംഘം CWC ഉൾപ്പെടെ അടൂർ പോലീസ് സ്റ്റേഷനിലും ഇതേപോലെ ഹോസ്പിറ്റലിലും അനാമിയ പ്രസവിച്ച ഹോസ്പിറ്റലിലും ചെന്നു. അപ്പൊ 2 ദിവസത്തിനകം എല്ലാം തെളിയും. ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പൊ അത് നിയമപരമായിട്ട് അത് തെളിയും. പിന്നെ എന്തോ നാണക്കേടാ? ഓക്കെ, അല്ല പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ എനിക്കൊന്നും ഇല്ലെന്നേ. നിങ്ങൾക്ക് ഈ 2 ദിവസം ഇന്ന് നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. അടൂർ സ്റ്റേഷനിലും CWC പരാതി എന്നു, അടൂർ സ്റ്റേഷനിലും ഹോസ്പിറ്റലിൽ ഇന്ന് അവർ ചെന്നു, റിപ്പോർട്ട് എടുക്കാൻ ചെന്നു. അപ്പൊ 2 ദിവസത്തിനകം ഈ കാര്യങ്ങളെല്ലാം തെളിയും. ഈ മകള് വിവാഹത്തിന്റെ അന്ന് ആ വിവാഹ വസ്ത്രത്തോടു കൂടി അടൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ലേ? ഇത് കേക്ക്, ഇത് തെളിഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഒരു വീഡിയോ ഇട്ടില്ലേ, അപ്പൊ അതേപോലെ ഒരു വീഡിയോ ഇടും. അതിനകത്ത് അവരെല്ലാവരും കാണും. ഈ ഡിപ്പാർട്ട്മെന്റുകാർ ഇത് തെളിയിക്കണമല്ലോ. അവരെല്ലാവരും 2 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യും. 2 ദിവസം കഴിയുമ്പോൾ വേറൊരു വീഡിയോ കൂടെ വരും, അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞുകൊണ്ട്. ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി അയാളെ വല്ലാണ്ട് ചീറ്റ് ചെയ്തു, അവര് പൊട്ടിക്കരഞ്ഞുകൊണ്ടാ പറയുന്നത്. അതെ, ഒരാളുടെ ഭാഗം മാത്രം കേൾക്കാതെ ഒരു പെണ്ണ് ഇതേപോലെ സന്ധ്യ പല്ലവി ഇട്ടത് ഈ സാധനം തന്നെയാണ് അവൾ ഇട്ടത്. എന്നിട്ട് അതിലെന്തെങ്കിലും സത്യസന്ധത ഉണ്ടോ? മാഡം, ഞാനൊരു കാര്യം, നിങ്ങൾ ഒരാള് ഇത് കേക്ക്, എനിക്ക് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അജിതയോട് പറയുക, അജിതയുടെ ഫ്രണ്ട്സിന്റെ കയ്യിലെല്ലാം ഷൈജിന്റെ നമ്പരുണ്ട്. അജിത ഇടപെടുന്ന ഷൈജിന്റെ പെങ്ങളുടെ നമ്പർ വരെ അജിതയുടെ കയ്യിലുണ്ട്. അപ്പൊ അജിതയോട് പറയാം, എന്നെ ദയവ് ചെയ്ത് വിളിക്കേണ്ട കാര്യമില്ല. ജീവമാധവമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക, ഞാനുമായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക. അതല്ല, ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം, അതായത് മെയ് 5-ാം തീയതിക്കകം ഉള്ള ഷൈജുവിന്റെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. അതിന് മുന്നുള്ളതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. അതാ ഞാൻ ചോദിച്ചത്. അത് നിങ്ങൾ അജിതയോട് പറയുക. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, അജിതയോട് പറ, കേസ് കൊടുക്കാൻ പറ. അജിതയുടെ തെളിവും കാര്യങ്ങളും എല്ലാം ഇല്ലേ, അജിതയോട് പറ കേസ് കൊടുത്ത് പൈസ വാങ്ങിക്കാൻ പറ. നിങ്ങളാണോ ഇതിന് ഇടപെടേണ്ടത്? സത്യം ഞാൻ ചോദിക്കുക, ഇത് ഇങ്ങനെയുള്ള അവളുടെ നിന്ന് അത്രയും പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവളോട് കേസ് കൊടുക്കാൻ പറ. നാട്ടിൽ അവളുടെ മോളുണ്ടല്ലോ, മോളും മരുമോനും ഒക്കെ ഉണ്ട്, കേസ് കൊടുക്കാൻ പറ. ഇത്രയും വർഷത്തിന് ശേഷം ഇപ്പോഴാണോ നമുക്ക് തോന്നിയത് ഇങ്ങനെ പൈസ കൊടുക്കാനുണ്ടെന്ന്? നിങ്ങൾ എന്തെങ്കിലും സത്യസന്ധത അറിഞ്ഞിട്ടാണോ നിങ്ങൾ എൻ്റെ അടുത്ത് ഈ സംസാരിക്കുന്നത്? എനിക്കറിയാൻ മേലഞ്ഞിട്ട് ഞാൻ ചോദിക്കുക. മാഡം, അറിയാനുള്ള താല്പര്യം കൊണ്ടല്ലേ നിങ്ങളെ വിളിക്കുന്നത്? എനിക്കറിയാൻ താല്പര്യമില്ല. എന്റെ വിവാഹത്തിന് മുന്നുള്ള അവന്റെ കൊട്ടേഷൻ, അവനും പ്രേമമായിരുന്നു. അപ്പൊ അതിന്റെ കൊട്ടേഷൻ പ്രേമ മൂത്ത് അവൾ കൊടുത്തു. അതിന് ഞാൻ എന്താ ചെയ്യാൻ പറ്റും? പ്രേമിച്ചു കഴിയുമ്പോൾ അങ്ങനെ പലതും കൊടുക്കും. അന്ന് ആ പ്രേമം ഒഴിഞ്ഞ സമയത്ത് അന്ന് കേസ് കൊടുക്കണമായിരുന്നു. അല്ലാതെ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്തുവാ കാര്യം? എന്തുവാ മേഡം, താങ്കൾ ജീവമാതയുടെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ നിങ്ങൾ സംസാരിക്കാം. ജീവമാതയുടെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ആ വിവാഹത്തിന്റെ അന്ന് അടൂർ പോലീസ്, അത് നിങ്ങൾ ഫോണിൽ കൂടെ സംസാരിക്കാൻ, ഫോണിൽ കൂടെ ഒരു ചാനലുകാർക്ക് ഞാൻ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നേരിട്ട് വരിക. അതേപോലെ പെൺകുട്ടിയുടെ വല്ല കാര്യം അറിയണമെങ്കിൽ നിങ്ങൾ CWC ആയിട്ട് ബന്ധപ്പെടും. CWCയുടെ ചെയർമാൻ പെർമിഷൻ തന്നതിന് ശേഷമാണ് അവളുടെ കല്യാണമായത്. അത് ഫുൾ കാര്യങ്ങളെല്ലാം ഞാൻ രാവിലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ വിഷയത്തിൽ എന്നോട് അവിടെയുള്ള ഗിരിജ ചേച്ചി സംസാരിച്ചതാണ് നിങ്ങൾ കേട്ടത്. അടിക്കാൻ വരുന്ന കണക്ക് നമ്മൾ അങ്ങോട്ട് പറയണമെന്ന് അവർക്ക് കേൾക്കണ്ട, അവർ ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യണം. അപ്പം അതിനനുസരിച്ചിട്ട് നമുക്കും ചില വർത്തമാനങ്ങൾ ഉണ്ടാവുമേ. അപ്പോൾ ഞാൻ അവരോട് അതുകൊണ്ടാണ് പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ട് പറഞ്ഞത്, എൻ്റെ പേര് ഷെഫീന ബീവി എന്നാണ്. എൻ്റെ പേര് ഷെഫീന ബീവി എന്നാണ്. ഞാൻ
എനിക്ക് കിട്ടിയ ഒരു ഡീറ്റെയിൽ അനുസരിച്ചിട്ട് ഈ സ്ത്രീ അവിടെ നടത്തുന്നത് ഒരു അനാഥാലയം, ഒരു ഓൾഡ് ഏജ് ഹോമുമാണ്. അവിടെ വേറെ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നോട് ഈ പരാതി പറഞ്ഞ സ്ത്രീക്ക് പോലും അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഇല്ല, ഓർത്തോണം. പക്ഷേ അവരുടെ കാര്യം ഞാൻ പബ്ലിഷ് ചെയ്തപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന കുട്ടികൾ ഒരുപാട് പേര്, അവിടെ ജോലി ചെയ്തവരുമുണ്ട്, പിന്നെ എന്തോ ഇവർക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് അവരെൻ്റെ അടുത്ത് സംസാരിച്ചെങ്കിൽ ഞാൻ അവർക്ക് മുഖം കൊടുത്തില്ല. കാരണം അവർക്കൊരു മീഡിയമുണ്ട്, അവരെ എല്ലാ യൂട്യൂബേഴ്സും എടുത്തിട്ടുമുണ്ട്. പിന്നെ ഞാനായിട്ടൊരു എടുപ്പ് എൻ്റെ ആവശ്യമില്ല, അത് അവരുമായിട്ട് കണ്ടിന്യൂ ആയിട്ടെന്ന് വെച്ച് ഞാൻ മാറി. അതേപോലെ ചങ്ങാതിക്കൂട്ടത്തിന് ഞാൻ വിളിച്ച് ചോദിച്ചു എന്താണ് പ്രശ്നം. അപ്പോൾ അയാളും കുറേ അധികം എക്സ്പ്ലനേഷൻ തന്നു. അയാൾ തന്നത് ഞാൻ പബ്ലിഷ് ചെയ്തില്ല, എൻ്റെ കയ്യിലുണ്ട് റെക്കോർഡിങ്സ്, പക്ഷെ ഞാൻ പബ്ലിഷ് ചെയ്തില്ല. പകരം ഇത് എന്നിലേക്ക് കൊണ്ടുവന്ന് തരികയാണ് ചെയ്തത്. ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് വന്നത് CWCയിലുള്ള അവരെ കാണാനും അത്യാവശ്യം എനിക്ക് ഇതിൻ്റെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ആളിൻ്റെ കയ്യിൽ നിന്ന് CRSൻ്റെ കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്, അവരുടെ കയ്യിൽ നിന്നുള്ള ഡീറ്റെയിൽസ് എടുക്കാനുമാണ്. എന്നെ ഡൽഹിയിലുള്ള രമ മാഡമാണ് ഇത് ഏർപ്പാട് ചെയ്യുന്നത്. അവരൊക്കെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഒരുപാട് പേര് ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. 2 വക്കീലുമാർ തന്നെ മുൻപോട്ട് വന്നിട്ടുണ്ട്, ഒരു ജൂനിയർ വക്കീലുണ്ട്, അവരൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഫുൾ ആൻഡ് ഫുൾ ആൾ റെഡിയായി ഈ വിഷയവുമായി മുൻപോട്ട് പോകാൻ തയ്യാറ് തന്നെ. തിരുവനന്തപുരത്തല്ല, കൊല്ലത്താണ് പോകേണ്ടതെന്നുള്ളത്. കൊല്ലത്ത് CWC വിളിച്ചിരുന്നു. അവരൊരു 1089 എന്നൊരു ഹെൽപ്പ് ലൈൻ നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ച് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വരും. പക്ഷേ എനിക്ക് കിട്ടിയ ഗൈഡ് ലൈൻ എന്താണെന്ന് പറഞ്ഞാൽ ഇത് FIR ഇട്ടിട്ട് അവരെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ക്രൈം നടന്നിട്ടുണ്ടെന്നുള്ളതിൻ്റെ തെളിവുണ്ട്. മൊഴി തരാൻ ഈ കുട്ടികളൊക്കെ തയ്യാറാണ്. എല്ലാവരും അവരവരുടെ അഡ്രസ്സും ഡീറ്റെയിലും ഒക്കെ തന്ന് അത് വെച്ചിട്ട് കക്ഷി ചേർന്നുകൊണ്ടൊരു കേസ് കൊടുക്കാനാണ് എല്ലാവരും പ്ലാൻ ഇടുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നൊരു ഉത്തരവാദിത്തം എനിക്കുള്ളൂ. ഞാൻ കക്ഷി ചേരില്ല. അതിൻ്റെ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എനിക്ക് ഇതിന് മൊഴി കൊടുക്കാനും ബാക്കിയുള്ളതിനും ഒക്കെ ആയിട്ട് എനിക്ക് അടുത്ത ഇതിലേക്ക് പോവുക എന്നുള്ളത്, ഇത് ഓൾറെഡി അതിൻ്റെ അത്രയും ശക്തരായ ആൾക്കാർ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. ആൻഡ് ദേ വിൽ ഡു ഇറ്റ്. ഇനി നിങ്ങളുടെ അറിവിലേക്കായി ഇത്രയും അവരോട് ഞാൻ വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത്. അവർക്ക് അജിത എന്ന് പറയുന്ന ആ സ്ത്രീക്ക് കൊടുക്കാനുള്ള 2 ലക്ഷം രൂപ കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ വിഷയവുമായിട്ട് ഞാൻ മുൻപോട്ട് പോകത്തില്ലായിരുന്നു. കാരണം എനിക്ക് വേറൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഇത് അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഇത് പബ്ലിഷ് ചെയ്യുമെന്നുള്ളത് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. അപ്പോൾ ഞാൻ അതിന് പ്രകാരമാണ് ഞാനിത് പബ്ലിഷ് ചെയ്തിട്ടുമുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഇവരുടെ ഈ കുട്ടികളുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതെങ്ങനെ കൊടുക്കണം, കേസ് കൊടുക്കണം എന്നുള്ളതിനെ പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എൻ്റെ നമ്പർ ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ അതിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ സപ്പോർട്ട് യു. ഈ വിഷയത്തിൽ ഇത്രയും കമൻസ് ഇടുന്നവരോട് ഒരു അഭിപ്രായം പറയട്ടെ. നമുക്ക് ഒരു സ്ഥാപനം നടത്താനുള്ള അധികാരമുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് തരികയാണ്. ആ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഉപദ്രവിക്കാൻ നമുക്ക് നിയമമില്ല. അവൾ ഒരു വ്യക്തിയാണ്. ഒരു കുടുംബത്തിൽ ജീവിച്ച പെൺകുട്ടിയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ കാരണം നമ്മുടെ കുടുംബത്തിലുള്ള ഒരു അംഗത്തിന് ഇണയായി കൊണ്ടുവരുന്നതാണ്. അതിന് ആ റെസ്പെക്റ്റ് കൊടുത്തില്ല എങ്കിൽ നമ്മൾക്ക് അതിന് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ അതിൻ്റെ പരിണത ഫലം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഈ സ്ത്രീ വളരെ ബ്രൂട്ടലായി ക്രൂവലായിട്ട് ബിഹേവ് ചെയ്താണ്. അവരുടെ ഉള്ളിലുള്ള ആ വിഷമാണ് ഓരോരുത്തരായിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അത് അവർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അവരെന്ത് തന്നെ റൂഡായി പെരുമാറിയാലും കുഴപ്പമില്ല. പക്ഷേ മർമ്മസ്ഥാനത്തേക്കൊക്കെ മുളക് അരച്ചൊഴിക്കുന്നത് വളരെ വലിയ ക്രൈമാണ്. ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞുമക്കളെ തല്ലുന്നത് ക്രൈമാണ്. ഇതൊക്കെ പോക്സോ ആക്ടിൽ വരും. കേസ് എടുക്കുക മാത്രമല്ല, അവരുടെ എലിജിബിലിറ്റി നഷ്ടപ്പെടുത്തിയത് അവർ തന്നെയാണ്, ഞാനല്ല. എനിക്ക് അവരുമായിട്ട് യാതൊരു ശത്രുതയും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ബേസിക്കലി ഞാൻ ഇത്തരം NGOസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളേ അല്ല, ഇനി താല്പര്യമേ ഇല്ല. ഇത് ഗവൺമെൻറ് അധികാരികൾ ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവർക്കൊക്കെ അധികാരികളുണ്ട്, അതായത് അച്ഛനും അമ്മയൊക്കെ ഉള്ളവരാണ് അവിടെ അനാഥരായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് വേറൊരു പാരലൽ ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ പാരലൽ വേൾഡാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് വലിയ റോളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഐ ആം സോറി, ഞാൻ ഇതിനകത്തില്ല. പക്ഷേ ഇത്തരം വിഷയങ്ങൾ ഇനിയുള്ളതും ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും. ആരെങ്കിലും എനിക്ക് വോയിസ് തന്നാൽ ഞാൻ അത് റിപ്പോർട്ട് ചെയ്യും. അതെൻ്റെ ഡ്യൂട്ടിയാണ്. അത് തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. ഏത് കുട്ടിക്കും സപ്പോർട്ടിന് വിളിക്കാം. അത് നിങ്ങൾ ഇപ്പോൾ എന്നെ അപ്രോച്ച് ചെയ്ത ഒരാളും ഭയക്കേണ്ടതില്ല. യു ആർ ഇൻ സേഫ് ഹാൻഡ്. നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരത്തില്ല. പിന്നെ നിങ്ങൾക്ക് മാത്രമല്ല ത്രെഡ് കോൾ വരുന്നത് എനിക്കുമുണ്ട്. എന്നെ ഇപ്പോൾ രാവിലെ വിളിച്ചിട്ട് അവിടെയൊക്കെ ഒരുപാട് ഓർഫനേജ് ഉണ്ടല്ലോ, നിങ്ങൾ അവരുടെയും തലയിൽ കയറാതെ ഇവരുടെ തലയിൽ കയറുന്നതിനൊരു ഡീസൻറ്റാ, നിങ്ങൾക്ക് വട്ടാം, നിങ്ങളെ കൊല്ലും, നിങ്ങളെ വെട്ടും, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ വിളിക്കുന്നവരടുത്ത് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഈ കൈകാല് തല്ലി ഓടിക്കും, നിന്നെ വെച്ചേക്കത്തില്ല, നിൻ്റെ ചാനൽ പൂട്ടും. ഈ 3 ഡയലോഗും റിപ്പീറ്റേഷൻ ആവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യാതെ പുതിയ ഡയലോഗ് കണ്ടുപിടിച്ച് പറഞ്ഞാൽ എനിക്കും ബോറടിക്കൂല, നിങ്ങൾക്കും ബോറടിക്കത്തില്ല. അങ്ങനെ നമുക്കൊരു പരസ്പര ഇതിലങ്ങോട്ട് പോകാം. വേറെ എന്തെങ്കിലും പറ. കൈകാല് തല്ലി ഓടിക്കുന്ന നടു ചവിട്ടി ഓടിക്കുമെന്ന് പറ.
കഴുത്ത് വെട്ടി കളയുമെന്ന് പറയും. അങ്ങനെ എന്താ പുതിയ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും. പിന്നെ ചാനൽ, അയ്യോ അത് പിന്നെ എല്ലാവരുടെയും ഡയലോഗ്, ചാനൽ പൂട്ടിക്കളെ. നിങ്ങൾക്ക് അറിഞ്ഞില്ലേ, ഇതിന് മുമ്പുള്ള ചാനലൊക്കെ പൂട്ടിപ്പോയതാണ്, പുതിയ ചാനലും കൊണ്ടുവന്നതാണ്. ചാനൽ പോയാൽ അടുത്ത ചാനൽ. അതായത് അവൾ വന്നില്ലേ അവളെ കുഞ്ഞമ്മ എന്ന ടേമിൽ ജീവിക്കുന്നവളാണ് ഷെഫീന. ഷെഫീനയ്ക്ക് ഒരാളെയും പേടിയില്ല ഇത്തരം കാര്യങ്ങൾ ടച്ച് ചെയ്യാനായിട്ട്. ഒരു രീതിയിലുള്ള ചളിപ്പോ മടിയോ ഒന്നുമില്ലാത്ത സ്ത്രീയാണ്. പക്കാ ഒരു കാര്യം തീരുമാനിച്ചത്. ഞാനൊരു തടവ് ആദ്യം തന്നെ ആ സിനിമ ഡയലോഗാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത്. ഈ സ്ത്രീ മുഴുക്ക ഉടായിപ്പാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇതിന് ഇറങ്ങി നിൽക്കുന്നത്. കേസൊന്നും ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണെന്നല്ലേ ഞാൻ പറഞ്ഞു. മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി പേര് അത് ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആവേശ കമ്മിറ്റി പോലെ അല്ലെന്ന് തോന്നുന്നു, എന്താണെന്നറിയത്തില്ല. ആവേശ കമ്മിറ്റിയൊക്കെ പറയും ഞങ്ങൾ റെഡി ചെയ്യുന്നു, അവസാനം പെടുമ്പോൾ നമ്മൾ മാത്രം പെടും. സാരമില്ല, എന്ത് തന്നെ ആയാലും ആ കുട്ടികൾക്കൊപ്പം അവരെ സേഫ് ഹാൻഡിൽ എത്തിക്കുന്നിടം വരെ ഇതിൻ്റെ പിന്നിലുണ്ടാകും. ആൻഡ് ഇതൊരു സ്മോൾ പ്രോസസ്സല്ല, 15-20 ദിവസത്തെ എടുക്കുന്നതാണ്. ഞാൻ എൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് തരും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു 2 മാസത്തിനിപ്പുറമാണ് എനിക്ക് ജാമ്യതയുടെ അപ്ഡേഷൻ പോലും തരാൻ പറ്റിയത്. അപ്പോൾ പിന്നെ ഇത് സ്ലോലി ആകെ ഉള്ളൂ. പക്ഷേ എങ്ങനെയായാലും നീതിയോടുകൂടി ഇതിൻ്റെ കാര്യങ്ങൾ തീരുമാനമുണ്ടാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഞാനത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അവരാണ് തീരുമാനിക്കുന്നത്. അവിടെ നിന്ന് നീതിയോട് കൂടിയിട്ടുള്ള ഒരു മറുപടി നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം എൻ്റെ ചാനൽ കാണാനായിട്ട്. ആൻഡ് ഷെയർ ചെയ്ത് കൊടുത്താൽ കുറച്ചധികം ആൾക്കാരിലേക്ക് എത്തും. ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം. താങ്ക് യു.